ശ്രീമദ് ഭാഗവതം ക്ലാസ് 215. നമ്മളിന്ന് സ്കന്ധം 10 ആദ്യ ഭാഗത്തിലെ 13-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് ബ്രഹ്മസമ്മോഹനമാണ്. 1-2 ശ്രീ സുഗൻ എന്താണ് പറയുന്നത് നോക്കാം. കഥയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഹേ രാജാവേ, അങ്ങ് ചോദിക്കപ്പെട്ട ആ ചോദ്യം കാമുകന്മാർക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ കേൾക്കുന്ന കഥകൾ കേൾക്കുന്നത് ഇഷ്ടം പോലെ ശ്രീകൃഷ്ണൻ്റെ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുവാൻ തോന്നുന്നത് സ്വാഭാവികം മാത്രം. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ വീണ്ടും വീണ്ടും തോന്നുന്ന മാതിരി കൃഷ്ണൻ്റെ കഥ കേട്ടാലും പിന്നെയും കേൾക്കാൻ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണെന്ന് പറയുകയാണ്. അതിനാൽ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അത് അതിരഹസ്യമാണ്. ഈ അതിരഹസ്യം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പരസ്പരം കുശൂഷിക്കുന്ന മാതിരിയുള്ള ഒരു പരിപാടിയാണ് അതിരഹസ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും, കാരണം ഇനി പറയാൻ പോകുന്ന കഥ ചുമ്മാ ചില ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കാര്യത്തിലൊന്നും എടുക്കണ്ട. ചില ആശയങ്ങൾ, കാരണം എല്ലാ കഥകളും കാര്യത്തിൽ അതേപോലെ എടുക്കാനൊന്നും പറ്റില്ല. ഇതിനകത്ത് ആശയമേ എടുക്കാൻ പറ്റും. ഇത് അതിലും കൂടി കുറച്ച് കടന്ന പരിപാടിയാണ്. പറയുമ്പോൾ പോകുമ്പം തന്നെ മനസ്സിലാക്കണം, ഇത് കുറച്ചും കൂടി കടന്ന തരത്തിലുള്ള ഭാവന വെച്ച് കാച്ചലാണ്. പക്ഷെ അതിലൂടെ ചില ആശയങ്ങളും നമുക്ക് തരാൻ അവർ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് അത് രഹസ്യമാണ്. എങ്കിലും അങ്ങേക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടെന്നാൽ സ്നേഹമുള്ള ഗുരുനാഥന്മാർ എന്തു ചെയ്യും? ഗോപ്യമായി ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ആ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. 4, അഘാസുരൻ്റെ മുഖമാകുന്ന മരണക്കുടുക്കിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണൻ അഘാസുരൻ്റെ വായിൽ നിന്നല്ല എല്ലാവരെയും രക്ഷിച്ചെടുത്തത്. യമുനാ നദിയുടെ മണൽത്തട്ടിൽ അവരെയും കൂട്ടിയിട്ട് കളിക്കാൻ പോയി. അവരെല്ലാം രക്ഷിച്ചതിൻ്റെ ശേഷം, എല്ലാം വായിപ്പെട്ടിരുന്നതല്ലോ, എല്ലാവരെയും രക്ഷിച്ചതിൻ്റെ ശേഷം യമുനാ നദിയുടെ കരയിൽ മണൽത്തട്ടിലേക്ക് കളിക്കാൻ പോയി. എന്നിട്ട് പറഞ്ഞു, ഈ മണൽത്തട്ട് കളിക്കാൻ പറ്റിയതാണ്, വളരെ മനോഹരമായതാണ്. താമരപ്പൂവിൻ്റെ മണലിലൂടെ അടിക്കും. പിന്നെ വണ്ടുകൾ, പക്ഷികളെല്ലാം മൂടുന്ന കളകള ശബ്ദങ്ങളെല്ലാം കേൾക്കാം. വെള്ളത്തിൻ്റെ ശബ്ദം, അരുവികളുടെ വെള്ളത്തിൻ്റെ ശബ്ദത്തിലുള്ള കൊണ്ടും ഏറ്റവും രമണീയമായ സ്ഥലമാണ്. എന്നിട്ട് 6 പറയാണ്, വിശന്ന് തളർന്ന നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഈ പൂഴിയിൽ നല്ല മണലാണ്, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നട്ടുച്ചയായി പശുക്കുട്ടികളെല്ലാം വെള്ളം കുടിച്ചിട്ട് അവരും പതുക്കെ അവിടെ ഇരുന്നിട്ട് പുല്ലെല്ലാം തിന്നോട്ടെ എന്ന് പറയുകയാണ്. 7 അപ്പോൾ ബാലന്മാരെല്ലാം എന്ത് പറഞ്ഞു? ആ ശരി, അങ്ങനെ തന്നെ ആട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷണപ്പൊതിയെല്ലാം അടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാനോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 8 പറയുകയാണ്, കൃഷ്ണനെ നടുവിലിരുത്തിയിട്ട് കുട്ടികളെല്ലാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു, നടുവിലിരുത്തിയിട്ട്. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഈ എഴുതുന്നാക്ക് തോന്നിയത് ഒരു താമരപ്പൂവിൻ്റെ നടുവിലൊരു മുട്ടും അതിൻ്റെ ചുറ്റും അതിൻ്റെ ഇതളുകൾ ഉള്ള പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുപോലെയാണ് കൃഷ്ണൻ അതിൻ്റെ നടുവിൽ ശോഭിച്ചു. ഇനി അവർ കഴിക്കുന്ന പാത്രത്തിൻ്റെ വർണ്ണനയാണ്. ചിലവരെ പൂ കൊണ്ടുള്ള അതിലാണ് ഭക്ഷണം കഴിച്ചത്, ചിലകൾ ഇലകളെല്ലാം വെച്ചിട്ടാണ്, ചിലർ മുളയുടെ ഭാഗങ്ങൾ വെച്ചിട്ടാണ്, ചിലർ കായിൻ്റെ ഭാഗം, കായിൻ്റെ തോണ്ടിയെടുത്ത് കഴിഞ്ഞാൽ ഭാഗം കിട്ടുള്ള അങ്ങനത്തേലാണ്. ചിലർ ഉറികളിലാണ് ഭക്ഷണം കഴിച്ചത്. മറ്റു ചിലർ മരത്തിൻ്റെ തൊലിയിലാണ്. മറ്റു ചിലർ കല്ലുകൊണ്ടുള്ള പാത്രങ്ങളിലാണ്. ഇങ്ങനെ പലതരം പാത്രങ്ങളിലാണ് അവർ ഭക്ഷണം കഴിച്ചത്. അവർ 10 പറയുകയാണ്, അവർ തമ്മിൽ തങ്ങളുടെ ഭക്ഷണങ്ങളുടെ രുചി വിവരിച്ച് കൃഷ്ണന് വിവരിച്ചു കൊടുത്തു, കാട്ടിക്കൊടുക്കുകയും ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ചിലരെല്ലാം കൊണ്ടുവന്ന സാധനം ഇത് കണ്ട, ഇത് ഇന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പരസ്പരം ഓരോ ആളും എല്ലാം കാണിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്.
ഇനി 11 ഉദരത്തിനും ഉടുവസ്ത്രത്തിനും ഇടയിൽ മയിൽപ്പീലിയുണ്ട് കൃഷ്ണൻ്റെ. തൊക്കിൽ വടിയുണ്ട്, എന്തിന്? പശുക്കുട്ടികളെല്ലാം തെളിക്കണ്ട. കയ്യിൽ തൈര് കൂട്ടിയ ഒരു ഉരുളിയുണ്ട്. വിരലിൻ്റെ അടക്കെല്ലാം മറ്റേ അച്ചാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഉപ്പിലിട്ടതിൻ്റെ എല്ലാം ചില ഭാഗങ്ങളെല്ലാം ആയിക്കൊണ്ട് ഉരുള വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ അടക്കെല്ലാം കാണുമല്ലോ, ഈ വിരലിൻ്റെ അടക്ക്, അതെല്ലാം വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ചുറ്റി ഇരുന്നിരുന്ന സ്നേഹിതന്മാരെ അവരെയെല്ലാം പരിഹസിച്ചുകൊണ്ട് കളിയാക്കിയെല്ലാം കൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദേവതകളെല്ലാം ഇവരുടെ ഈ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് കൃഷ്ണൻ ഊണ് കഴിച്ചിരുന്നത്. 12 ഇപ്രകാരം അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ പൈക്കുടങ്ങൾ പുല്ല് തിന്നുന്നതിൻ്റെ ഇടക്കം ചെയ്തു നല്ല പുല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ കാട്ടിലേക്കങ്ങ് കയറിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഗോപാലന്മാർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഭയങ്കര വിഷമായി. കാരണം പശുക്കളെ കാണുന്നില്ല, എല്ലാം കാട്ടിലേക്ക് പോയി. ഇപ്പം 13-14 പറയുകയാണ്, കൃഷ്ണൻ പേടിച്ചറിഞ്ഞ കുട്ടികളോട് പറഞ്ഞേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊന്നും നിർത്തണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഞാൻ പോയിട്ട് നിങ്ങൾ ഊണ് കഴിച്ചോളൂ, ഞാൻ പോയിട്ട് പൈക്കിടാങ്ങളെ എല്ലാം കൊണ്ടുവന്ന, ഞാൻ പോയിട്ട് എല്ലാം തെളിച്ചിങ്ങോട്ട് വന്നാൽ നിങ്ങൾ കഴിച്ചോളൂ. എന്നിട്ട് കൃഷ്ണൻ ഒരു ഉരുള ചോറും എടുത്തുകൊണ്ട് മലയും ഗുഹയും വള്ളിച്ചെടികളുടെ അടക്കും മലനിരകളിലെല്ലാം പോയി തിരഞ്ഞു നടന്നു. എന്നിട്ടോ അങ്ങനെ എല്ലായിടത്തും കണ്ടിടത്തെല്ലാം അന്വേഷിച്ചു, കണ്ടില്ല. അപ്പോൾ ആ സമയത്ത് 15 പറയുകയാണ്, ആകാശത്തിലിരുന്ന് അകാസുരൻ്റെ മോക്ഷത്തെ വീക്ഷിച്ചിരുന്ന ബ്രഹ്മാവിന്, ആകാശത്തിലിരുന്ന അകാസുരൻ്റെ വായിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ച ലീല കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഒരു രസം തോന്നി. ഇനിയും പല ലീലകളും കണ്ടാൽ കൊള്ളാമല്ലോ എന്ന നിലയിൽ ബ്രഹ്മാവ് ഒരു ലീല കാണിക്കുകയാണ്. ബ്രഹ്മാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൈക്കിടാങ്ങളെയെല്ലാം ബ്രഹ്മാവാണ് കൊണ്ട് കളിച്ചുകൊണ്ടേക്ക് വൃത്തിയിൽ ആക്കിയത്. മോഷ്ടിച്ചുകൊണ്ടേ എന്നുള്ള നിലയിൽ തന്നെ എടുക്കാം, ബ്രഹ്മാവ് മോഷ്ടിച്ചുകൊണ്ടേ. അതുമാത്രമല്ല, കൃഷ്ണൻ അതിനെ അന്വേഷിച്ച് പോയപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെയും ബ്രഹ്മാവ് എന്ത് ചെയ്തു? മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പം പശുക്കുട്ടികളെയും കൊണ്ടുപോയി കൃഷ്ണൻ അതും അന്വേഷിച്ച് കിടക്കുമ്പോൾ ഇപ്പുറത്തെ പയ്യന്മാരെയെല്ലാം പിടിച്ച് ബ്രഹ്മാവ് മാറ്റി അവിടെ നിന്ന്. അനന്തരം 16 അനന്തരം പശുക്കുട്ടികളെ കാണാതെ തിരിച്ചു വന്ന കൃഷ്ണൻ ഗോപന്മാരെയും കാണാതായപ്പോൾ കൃഷ്ണൻ പിന്നെ 2 പേരെ അന്വേഷിച്ചുകൊണ്ട് കാട് മുഴുവൻ അരിച്ചു നടന്നു. എന്നിട്ട് അവിടെ ഒരുത്തിയും കാണായികയാൽ സർവജ്ഞനായ കൃഷ്ണൻ ചിന്തിച്ചു. അപ്പോൾ മനസ്സിലായി ഇത് ബ്രഹ്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 18 ലോകത്തിൻ്റെ സൃഷ്ടാവായ ശ്രീകൃഷ്ണൻ അതിനുശേഷം അവരുടെ അമ്മമാർക്കെല്ലാം പ്രിയ ഉണ്ടാക്കണമല്ലോ. കുട്ടികളെ കാണുന്നില്ലല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാരെല്ലാം വിഷമിക്കുമല്ലോ. അതുകൊണ്ട് അമ്മമാർക്കും എന്ത് വേണം? സന്തോഷം ഉണ്ടാക്കണം, ബ്രഹ്മാവിന് സന്തോഷം ഉണ്ടായി കൊടുക്കണം. കാരണം ബ്രഹ്മാവിന് ഒരു ആഗ്രഹമാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് അദ്ദേഹം തന്നെ പശുക്കളും ഗോപന്മാരും എല്ലാം ഇതങ്ങ് മാറി. എന്തെല്ലാമായിട്ട് മാറി എന്ന് വെച്ചാൽ എത്രമാത്രം കുട്ടികളുണ്ടായിരുന്നോ അത്രയും ബാലന്മാർ 19 പറയുകയാണ്, അത്രയും കുട്ടികളുമായി മാറി, അത്രയും പശുക്കുട്ടികളുമായി മാറി, ഗോപന്മാരുടെ കമ്പായിട്ടും മാറി, എല്ലാമായിട്ടും മാറി. ഉടുത്ത വസ്ത്രമെല്ലാം അതേപോലെയായി. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഏതുപോലെ എന്നാൽ ജന്മരഹിതനായ ഭഗവാൻ സർവം വിഷ്ണുമയം എന്ന വേദവാക്യത്തെ അനുസ്മരിപ്പിക്കുന്നത് പോലെ. വേദം എന്താ പറഞ്ഞത്? നിർഗുണമായ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത് എന്ന് പറയുന്ന വേദവാക്യത്തിൻ്റെ പോലെയാണ് കൃഷ്ണൻ എന്തായി മാറിയത്? ഈ കാണുന്ന എല്ലാ കാണാതായ ഗോപന്മാരും പശുക്കുട്ടികളും കമ്പുകളും വസ്ത്രങ്ങളും എല്ലാമായി മാറിയത്.
ഇതിലൂടെ എന്താശയമാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ കൃഷ്ണൻ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. കൃഷ്ണൻ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കഥയിലാണ് ഈ കൃഷ്ണനായിട്ടെല്ലാം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആരാണ്? ആ നാട്ടിലെ ജനങ്ങളെല്ലാം കൃഷ്ണൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കൃഷ്ണൻ ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ലോകത്തിലൊരു ഒരു ലോകമഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് മറ്റേ പുട്ടിനാണെങ്കിൽ ആ പുട്ടിനെയും കൃഷ്ണനായിട്ടങ്ങ് കണ്ടേച്ചാൽ മതി. പ്രത്യേകിച്ച് ഒരു കൃഷ്ണൻ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ പുട്ടിൻ്റെ രൂപത്തിൽ വരികയാണ്. ഈ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഗോപസ്ത്രീകൾ, ഗോപന്മാർ എന്നെല്ലാം പറയുന്നത് ആ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെയാണ് ഈ ഗോപന്മാരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലൊന്നും ഇതിനെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള ഏതൊരു രാജ്യത്തെയും ഭരണാധികാരികൾ ദുഷിക്കുന്ന ഭരണാധികാരികൾ വരുമ്പോൾ കംസനെ പോലെയുള്ളവർ, കംസനാകണമെന്നില്ല, കംസനും കഥയിലൊരു കഥാപാത്രമാണ്. ആ കംസനും കൃഷ്ണൻ തന്നെയാണ്. എന്തുകൊണ്ട്? എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല ആളുണ്ടെങ്കിലും മോശം ആളെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ എല്ലാം കൃഷ്ണന്മാരായിട്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇത് തന്നെയാണ് സത്യം. അല്ലാതെ ഇവിടെ കഥയിൽ നമ്മളിങ്ങനെയെല്ലാം പറഞ്ഞു വെക്കും, അതേപോലെ അങ്ങ് എടുത്തേക്കണ്ട. പുട്ടിനെ തന്നെ വേണമെങ്കിൽ കൃഷ്ണനായിട്ട്, അല്ല വേണ്ട ട്രംപിനി എടുക്കണോ, വേണ്ടവർക്ക് ട്രംപിനി എടുത്തോളാം. പക്ഷേ ലോകം പോകുന്ന ക്രമത്തിനൊരു വഴിയുണ്ട്, അത് ആ തരത്തിലേ പോകും. 2020 അങ്ങനെ താൻ പശുക്കളെയും ഗോപന്മാരെയും എല്ലാം കൂട്ടിയിട്ട് താൻ തന്നെയായി തീർന്ന അവരെയെല്ലാം കൂട്ടിയിട്ട് ഗോകുലത്തിലേക്ക് പോയി. 21 ഭഗവാൻ അതാത് ഗോക്കളെയും ഗോപന്മാരെയും എല്ലാം അവരവരുടെ വീട്ടിലേക്ക് തളിച്ചു കൊണ്ടാക്കി. തളിക്കുന്നതും കൃഷ്ണൻ തന്നെ, തളിച്ചു പോകുന്ന പശുക്കളും അതെല്ലാം കൃഷ്ണൻ തന്നെ. 22 വേണുനാഥം കേട്ടപ്പോൾ അതാത് അമ്മമാർ ഓടിപ്പിടിച്ചു വന്നു. എൻ്റെ തങ്ങളുടെ കുട്ടികളെയെല്ലാം കൈകൊണ്ട് പൊക്കിയെടുത്തു, ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. പിന്നെ അമൃതം പോലെ മധുരകരവും മദ്യം പോലെ മാദകവുമായ മുലപ്പാൽ കുടിപ്പിച്ചു. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. മാതാവും മുലപ്പാൽ കൊടുക്കുന്ന മാതാവും കൃഷ്ണനാണ്, കുടിക്കുന്ന കുട്ടിയും കൃഷ്ണനാണ്. എല്ലാം കൃഷ്ണൻ തന്നെ, കൃഷ്ണമയം. അതാണ് വിഷ്ണുമയം എന്ന് പറഞ്ഞ കാര്യം. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. എല്ലാം ആ വിഷ്ണുവാണ്, എല്ലാം ആ ശ്രീഹരിയാണ്. ആ നിലയിലേക്ക് ഇപ്പോഴെങ്കിലും കുറച്ചെല്ലാവർക്കും ആ ഒരു ഭാവനയിൽ വന്നിട്ടുണ്ട്. ഇതാണോ സംഗതി? ഇപ്പം ഏകദേശം പിടികിട്ടിയിട്ട് അതിന് വേണ്ടി ഈ കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം ചിന്തിച്ചു നോക്കൂ, കൃഷ്ണൻ്റെ ഈ കുട്ടീനെ പാലോടിക്കുന്ന സ്വന്തം മകനെയല്ല, കൃഷ്ണനെ തന്നെയാണ് കുട്ടിപ്പിക്കുന്നത്. സ്വന്തം മകന് വേറെ എവിടെയോ ബ്രഹ്മാവ് തട്ടിക്കൊണ്ട് വരികയാണ്. പക്ഷേ തൻ്റെ മകനാണെന്ന് വിചാരിച്ചുകൊണ്ട് പാല് കൊടുക്കുന്ന ആർക്ക്? കൃഷ്ണന്. അപ്പം ഈ ഒരു ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥയെല്ലാം വരെ നടക്കുന്ന. ലോകത്തിലുള്ള എല്ലാം കൃഷ്ണന്മാരും എല്ലാം തന്നെയാണ്. അത് പല രൂപത്തിൽ വന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇനി കൃഷ്ണനായിട്ട് തന്നെ വരണ്ട. അത് വേർത്തിയിൽ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയുള്ളവർക്ക് ഇത് ശ്രീഹരിയാണ് ലോകം മുഴുവൻ. അല്ലാതെ മായയിലാകപ്പെട്ട സാധാരണക്കാർക്ക്, ലൗകിക ജീവിതങ്ങൾ നയിക്കുന്നവർക്ക് ഇത് കൃഷ്ണൻ ബാലഗോപാലനാണ്. ഇനി 23 പിന്നെ കൃഷ്ണൻ സ്വന്തം വീട്ടിൽ ചെന്ന് അമ്മമാരെ സന്തോഷിപ്പിച്ചു. ശേഷം തേച്ചു കുളിക്കുക, കളപ്പം പൂശുക, പിന്നെ വസ്ത്രം ധരിക്കുക, പിന്നെ പൊട്ടു തൊടുക, ഭക്ഷണം കഴിക്കുക മുതലാവിയെല്ലാം അവരാൽ പരിചരിക്കപ്പെട്ടു. ഇനി 24 പശുക്കുട്ടികൾ തൊഴുത്തിലെത്തിയ ശേഷം, അങ്ങനെ കൃഷ്ണൻ പശുക്കുട്ടികളായിട്ട് തൊഴിലെത്തിയിട്ട് പൂം എന്നാക്കിക്കൊണ്ട് താന്താങ്ങളുടെ കുട്ടികളെ വീണ്ടും വീണ്ടും നക്കിക്കൊണ്ട് പാൽ കുടിപ്പിച്ചു. അവരങ്ങനെയും പഴയ പോലെ തന്നെ അങ്ങ് പോയി.
25 ഗോക്കൾക്കും ഗോപികമാർക്കും പുത്രനായി ഭവിച്ച ഈ കൃഷ്ണനിൽ സ്നേഹാധിക്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുപോലെയായിരുന്നു. ഈ ഗോപികമാർക്ക് സ്വന്തം മകൻ കൃഷ്ണനാണല്ലോ മകനായിട്ട് വന്നിരിക്കുന്നത്. സാധാരണ ഒരു മകൻ എന്ന നിലയിലല്ല ശരി തന്നെയാണ്. പക്ഷേ സ്നേഹാധിക്യം കൂടുതലാണ്. അതുപോലെ ഗോപികളിലും ഗോപന്മാരിലും ശ്രീകൃഷ്ണനുള്ള ഭാവം മായ ഒഴിച്ച് മറ്റുള്ളവയെല്ലാം ഒരുപോലെയാണ്. അതായത് ശ്രീകൃഷ്ണൻ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ചത് മായയില്ലാതെയാണ്. ഒരു സാധാരണ ഒരു കുട്ടി മായയിൽ അകപ്പെട്ടിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ കൃഷ്ണന് മായയിൽ അകപ്പെട്ട വ്യക്തിയല്ല. അതുകൊണ്ട് കൃഷ്ണൻ്റെ സ്നേഹം പൂർണ്ണമാണ്. അതേസമയം അച്ഛനമ്മമാരുടെ ഇങ്ങോട്ടുള്ള സ്നേഹമാണ് കൂടുതൽ. കാരണം ഇത് കുട്ടി കൃഷ്ണനാണ്. അപ്പം കൃഷ്ണനിൽ നിന്ന് നിസ്വാർത്ഥമായ സ്നേഹം കിട്ടുമ്പോൾ അമ്മയുടെ സ്നേഹം എന്താവും? ഇരട്ടിക്കും. സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അമ്മേനെയും ചിലപ്പോൾ എന്ത് ചെയ്യും, നുള്ളു കൊടുക്കുകയും ചെയ്യും. ദേഷ്യം പിടിച്ചിട്ട് അതും ഇതും ചിലപ്പോൾ പറഞ്ഞെന്നും വരും. ഇപ്പോഴത്തെ പിള്ളേர்களാണെങ്കിൽ പറയുന്നത് എന്താണെന്ന് എടാ പോടാന്നെല്ലാം വിളിച്ചെന്നും വരും. പക്ഷെ കൃഷ്ണനിൽ നിന്ന് അങ്ങനെയല്ല വരിക. ആ യഥാർത്ഥ സ്നേഹം വരുമ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ആ സ്നേഹവും ദിവസം ദിവസം എന്ത് ചെയ്യും? കൂടി വരും. അത്രയും അടുപ്പം വരും. ബാക്കിയുള്ള സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മായയിലാകപ്പെട്ട പിള്ളേരാണ്. അവർക്ക് സ്വാർത്ഥത ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടേതായ ചിലയെല്ലാം വേറെ തരങ്ങളെല്ലാം കൈമേലുണ്ടല്ലോ. അത്ര 100% ആയിരിക്കില്ല. പക്ഷെ ഇത് കൃഷ്ണൻ്റെത് 100% ആയിരിക്കും. അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ സ്നേഹഭാവത്തിലാണ് എന്തുള്ളത്? പ്രാധാന്യം ഉള്ളത്. ഇനി 46 ലോകപാലർക്ക് സ്വന്തം മക്കളിലുള്ള സ്നേഹം ഒരു വർഷക്കാലം കൃഷ്ണനിൽ എന്ന പോലെ നാൾതോറും മെല്ലെ മെല്ലെ തഴച്ചു വളർന്നു. ആ ഒരു ബന്ധം മാതാപിതാക്കളും ഈ ബാലന്മാരും കൃഷ്ണനായി ജീവിക്കുന്ന ബാലന്മാരും തമ്മിലുള്ള ആ സ്നേഹബന്ധം നാള് കഴിയുന്തോറും തഴച്ചു വന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ കപടതയില്ല, മായില്ലാത്ത സ്നേഹമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. 27 ഇപ്രകാരം കൃഷ്ണൻ പശുക്കുട്ടികളെ മേയ്ക്കുന്നവനായി എല്ലാവരെയും കുട്ടികളെല്ലാം മേയിച്ചുകൊണ്ട് ഒരു വർഷം അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വർഷം കഴിയുന്നതിന് 5-6-28 പറയുകയാണ്. രാത്രികൾ മാത്രം ബാക്കി കിടക്കെ ഒരു നാൾ കൃഷ്ണൻ ബലരാമനോടൊത്ത് പൈക്കളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോയി. 29 ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ പരപ്പിൽ മേഞ്ഞു നടന്നിരുന്ന പശുക്കൾ. അപ്പോൾ ഈ പശുക്കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ അവിടെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ വയസ്സന്മാർ വലിയ പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പശുക്കൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ സ്നേഹം മൂത്തിട്ട് അവരെയെല്ലാം ധിക്കരിച്ചുകൊണ്ട് ചാടി പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ തുടങ്ങി. കാരണം ഇത് ശരിയായ കൃഷ്ണൻ എന്ന പശു ആണല്ലോ. അപ്പോൾ അത്രയും ആകർഷണം തുടങ്ങിയിട്ട് ആ പശുക്കളെല്ലാം ഓടി വന്നിട്ട് ഈ പശുക്കുട്ടികൾക്ക്, സ്വന്തം കുട്ടികൾ അവിടെയുണ്ട്, അതുപോലും ശ്രദ്ധിക്കാതെ ഈ പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കാൻ തുടങ്ങി. കാരണം ഇത് കൃഷ്ണനാണ്. പശുക്കൾക്ക് തിരിച്ചറിഞ്ഞായിരിക്കും. പശുക്കൾക്ക് ദിവ്യ ദൃഷ്ടി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ കൃഷ്ണൻ അതിനെ പ്രേരിപ്പിച്ചതാണോ അതിലൊന്നും കഥയിൽ ചോദ്യമില്ല. അപ്പം അവരെല്ലാം വന്നിട്ട് അവരുടെ സ്നേഹനിമിത്തം അവരെപ്പോലും ധിക്കരിച്ചിട്ടാണ് ഓടിപ്പന്നത്. തെളിക്കാൻ നിന്നിട്ടൊന്നുമില്ല. അവർ വന്ന് ഈ കുട്ടികൾക്ക് നക്കി തുടക്കുകയും പാല് കൊടുക്കുകയും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ അവർ ദേഷ്യപ്പെട്ടിട്ട് ഈ പശുക്കുട്ടികളെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഈ പശുക്കുട്ടികളുടെ ഇടക്ക് നിൽക്കുന്നു അവരുടെ മക്കൾ. ഓരോ ആൾക്കാരും
ഓ, തൻ്റെ മക്കൾ തന്നെയാണോ ഈ പശുക്കുട്ടികളെന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ അവർക്ക് ഈ മക്കളോട് സ്നേഹം വന്നു. ഈ മക്കളും കൃഷ്ണൻ തന്നെയാണല്ലോ. പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹമായി. അപ്പം മക്കളോട് കൂടി ചേർന്നുകൊണ്ട് പിന്നെ കുറേ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുകയെല്ലാം ആയിട്ട് പിന്നെ മനസ്സില്ലാ മനസ്സോടെ പിന്നെ എന്ത് ചെയ്തു? പിന്നീട് വൃദ്ധന്മാരായ 34 വൃദ്ധന്മാരായ ഗോപന്മാർ അവരെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ആ കുട്ടീനെ വിട്ടുപോകാൻ അവർക്ക് സ്വന്തം കുട്ടികളെ വിട്ടുപോകാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അത്രയും സ്നേഹം വന്നുപോയി. കാരണം ഇത് ശുദ്ധമായ സ്നേഹമാണ്, കൃഷ്ണൻ്റെ സ്നേഹം. സ്വന്തം മക്കളിൽ നിന്നും അങ്ങനത്തെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഭയങ്കര സ്നേഹമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടാണ്, പശുവിനെ മേയിച്ച് പോകണമല്ലോ, വയസ്സന്മാർക്ക് വലിയ പശു, കുട്ടികൾക്ക് കുട്ടിപ്പശുക്കൾ, അവരങ്ങനെ പോയി. ഇപ്പം 35 ബലരാമൻ ഗോകുലത്തിൽ ഗോപന്മാരും ഗോപികമാരും എല്ലാം മുലകുടി വിട്ടവരാണെങ്കിൽ, ഈ കുട്ടികളെ മുലകുടിപ്പിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇവർ തമ്മിലുള്ള ആ സ്നേഹം മൂത്ത് കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അതിൻ്റെ കാരണം അറിയാതെ അദ്ദേഹം ചിന്തിക്കും, ഇതെന്ത് ഇവന്മാർ തമ്മിൽ ഇത്ര വലിയ ഐക്യം? ഈ ഗോപന്മാരോട് മാതാക്കൾക്ക് ഇത്രയും സ്നേഹം, മുലപോലും എടുത്ത് കുടിപ്പിക്കുകയാണ്. പണ്ട് മുലകുടി വിട്ടിട്ട് പോയ കക്ഷികളാണെങ്കിൽ അത്രയും സ്നേഹത്തിലാണ് ഇപ്പം പെരുമാറുന്നത്. ഇത് കണ്ടപ്പം ഈ ബലരാമനൊരു സംശയം, ഇതുവരെ ഇല്ലാതൊരു സ്നേഹം ഉമ്മമാർക്ക്, അച്ഛനമ്മമാർക്ക് മക്കളോടും മക്കൾക്ക് അച്ഛനോടും അത്രയും വലിയ സ്നേഹം, വിട്ടുപിരിയാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹം. ഇത് ബലരാമന് തീരെ സംശയമുണ്ടായി. എന്നിട്ടോ 36 പറയുകയാണ്, സർവേശ്വരനായ ശ്രീ വാസുദേവനിൽ എനിക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണല്ലോ ഇത്. കാരണം സർവേശ്വരനായ വാസുദേവനിൽ എനിക്ക് ഭയങ്കര പ്രേരകമുണ്ട്. കാരണം എന്താണ്? അത് ഈശ്വരനാണ്. ബലരാമൻ എന്താണ്? ഈശ്വരൻ്റെ സിൽബന്ധിയായിട്ട് നിന്നതാണ്. അനന്തൻ എന്ന നാഗതല്ലേ, രണ്ടും തമ്മിലുള്ള ഐക്യം ഒരു വല്ലാതെ ഐക്യമാണല്ലോ. ആ ഒരു ഐക്യമാണല്ലോ പോലെയാണല്ലോ ഇവർ തമ്മിൽ കാണുന്നത്. എനിക്ക് വാസുദേവനിലുള്ള അതേ ഒരു മനോഭാവമാണല്ലോ ഈ കുട്ടികൾക്ക് മാതാക്കളുമായിട്ട് അവർ തമ്മിലുണ്ടാകുന്നത്. മുമ്പില്ലാത്ത തരത്തിൽ, മുമ്പത്തെ സാധാരണ നിലയിൽ അത് കണ്ടിട്ടില്ല, ഇപ്പം മാത്രമാണ് ഇത് കാണുന്നത്. ഇതെന്തൊരു അതിശയമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ട് 37 പറയുകയാണ്, ഇത് മായയാണോ? ഇതിൻ്റെ പിന്നിൽ ആരാണ്? ദേവന്മാരാണോ, മനുഷ്യരാണോ, അല്ല വല്ല അസുരന്മാരാണോ ഈ ഭാവത്തിൽ വന്നിരിക്കുന്നത്? എൻ്റെ പ്രഭുവായ ശ്രീഹരിയുടെ തന്നെയാകണം, ശ്രീഹരി തന്നെ ആകാനാണ് സാധ്യത. കാരണം എനിക്ക് കൂടി മോഹം തോന്നണം, എനിക്ക് അസുരന്മാരോട് മോഹമൊന്നും തോന്നില്ല. അപ്പം ഇത് ശ്രീഹരി തന്നെ ആകണം. അതുകൊണ്ട് 38 ബലരാമൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഉൾക്കണ്ണിനാൽ എല്ലാ കുട്ടികളും ആ ഗോപന്മാരുമെല്ലാം കൃഷ്ണനായിട്ട് അദ്ദേഹം കണ്ടു. ഉൾക്കണ്ണിലൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇതെല്ലാം കൃഷ്ണന്മാർ തന്നെയാണ് പലതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, പ്രഭോ, ഇവർ ഗോപന്മാരോ ഗോപികളോ ഋഷികളോ ഒന്നുമല്ല, പക്ഷേ എപ്പോഴിങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? എന്തിനു വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടായത്? അതുകൊണ്ട് എൻ്റെ സംശയമൊന്ന് നീക്കിത്തരണം പ്രഭോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് കൃഷ്ണനോട്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിനുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ബലരാമന്. 40 അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ സമയപ്രകാരമുള്ള, ബ്രഹ്മാവ് ഒരു വർഷം, ഒരു ത്രുടി നേരം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു വർഷം, ആ സമയം എത്തിയപ്പോൾ ബ്രഹ്മാവ് നേരെ ഇവിടെ വന്നു. അപ്പോഴെന്ത് നടക്കുന്ന? ഇവിടെ എല്ലാ രൂപങ്ങളും കൃഷ്ണൻ്റെ ഗോപാലന്മാരും ഗോപികമാരും എല്ലായിട്ട് ഇവിടെ നല്ല കൃഷ്ണനും അവരോടൊത്ത്
എന്ത് ചെയ്യാണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം, ഞാൻ മോഷ്ടിച്ച ആൾക്കാരെല്ലാം ഇവിടെ അതേപോലെ കൃഷ്ണനോടൊത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അന്തം വിട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഗോകുലത്തിലെ എല്ലാം ഞാൻ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കിടാങ്ങളും പശുക്കളെയും എല്ലാം മായയാൽ മയക്കിയിട്ട് കിടത്തിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും അത് മായയിൽ നിന്നും മോചിപ്പിച്ചിട്ടില്ല. അപ്പം അത് അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷേ ഇവിടെയും ഇതേപോലെ തന്നെ കൃഷ്ണനും അവരും എല്ലാം ഒരേപോലെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ത് പിടിയെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. അവിടെ ഞാൻ മയക്കി കിടത്തിയതാണ്, അത് ഉണരേണ്ട സമയമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കൃഷ്ണനും ഇതെല്ലാം കൂടി കളിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ബ്രഹ്മാവ് ഇപ്രകാരം കുറേ നേരം ആലോചിച്ചിട്ടും ഇതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. പിന്നെ ബ്രഹ്മാവിന് ആകെ കൺഫ്യൂഷനായി. ഇങ്ങനെ ദേഹരഹിതനും ലോകത്തെ മോഹിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണനെ, ശ്രീകൃഷ്ണൻ തന്നെ ദേഹമൊന്നുമില്ലാത്ത വ്യക്തിയാണ്. നമ്മളാണിവിടെ ദേഹമുണ്ട് എന്നെല്ലാം വിചാരിച്ചിട്ട് രൂപമുണ്ട് ജനിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുന്നത്. അതാര്? മായയിൽ അകപ്പെട്ടവർ ചിന്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ദേഹമൊന്നുമില്ലാത്ത ശ്രീകൃഷ്ണൻ, മായ കൊണ്ട് ലോകത്തെ കളിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ നേരെ മോഹിപ്പിക്കാൻ ബ്രഹ്മാവായ ഞാൻ പ്രയോഗിച്ച മായ അത് എന്നെ തന്നെ തിരിച്ചു കൊത്തിയിരിക്കുകയാണ്. ബ്രഹ്മാവ് ഈ കൃഷ്ണനെയാണ് മായയിൽപ്പെടുത്താൻ നോക്കിയത്. അതിൻ്റെ ഫലമെന്തായി? അദ്ദേഹം തന്നെ മായയിൽ പ്രയോഗിച്ച മായ തിരിച്ചു കൊത്തി, അങ്ങേരെ തന്നെ മായയിൽ അകപ്പെട്ട് മോഹിതനാക്കി. എന്നിട്ട് ഏതുപോലെ എന്നാൽ 45 പറയുന്നു, നല്ല കൂരിട്ടിൽ മേഘങ്ങൾക്ക് ഇരുട്ടുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പകലിൽ മിന്നാമിനിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ മഹാപുരുഷന്മാരുടെ മായ പ്രയോഗിക്കുന്നിടത്ത് ഞാൻ പ്രയോഗിച്ച മായ നിസ്സാരം. അതിലൂടെ എന്താണ് സംഭവിച്ചത്? എൻ്റെ ഈശ്വര ശക്തി തന്നെ പോയി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആര്? ബ്രഹ്മാവ് ചിന്തിച്ചു. അല്പനേരത്തേക്ക് 46, 47, 48, 49 പറയാണ്, ബ്രഹ്മാവ് നോക്കി നിൽക്കെ എല്ലാ ഗോപികമാരും എല്ലാം, അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരും ഗോപിമാരും എല്ലാം കിരീടമെല്ലാം വെച്ചിട്ട് കൃഷ്ണൻ്റെ രൂപത്തിൽ മാറി. അത് ദർശിച്ചു. കാണുന്നെല്ലാം കൃഷ്ണനായിട്ട് കണ്ടു. ആദ്യം കണ്ടത് എല്ലാം കൃഷ്ണന്മാരായിട്ട് മാലയിട്ടിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ട്, ശ്രീവത്സമുണ്ട്, തോളുണ്ട്, ഇതെല്ലാം ആയിട്ടുള്ള ആ വർണ്ണന എവിടെയുണ്ട്, ഞാനത് വിട്ട് പറയുകയാണ്. മഞ്ഞപ്പട്ടെല്ലാം ധരിച്ചിട്ടുള്ള ആ രൂപത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ബ്രഹ്മാവ് കണ്ടു. എല്ലാം ബ്രഹ്മമാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം കണ്ടു. പിന്നെ എന്ത് അവരെല്ലാം എന്ത് ചെയ്യാണ്? 50 ചുവന്ന കടക്കണ്ണുകളോടുകൂടി മന്ദഹാസനം പൊടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. രജോ ഗുണവും സത്വഗുണവും ചേർന്ന് നിൽക്കുന്ന എല്ലാ ഗുണങ്ങളോടും കൂടി അവിടെ നിൽക്കുകയാണ്. സൃഷ്ടികർത്താവും രക്ഷാകർത്താവും എല്ലായിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മാവ് മുതൽ എല്ലാവരും അദ്ദേഹത്തെ ഉപാസിക്കുകയാണ്. ഈ ബ്രഹ്മാവ് തന്നെ അവിടെ ഉപാസിക്കുകയാണ്. ഇങ്ങനെ കാണുന്നത് ബ്രഹ്മാവ് തൊട്ട് എല്ലാ ദേവതകളും അദ്ദേഹത്തെ ഉപാസിക്കുന്നു. 24 തത്വങ്ങളും അതിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലം, സ്വഭാവം, സംസ്കാരം, കർമ്മം മുതലായവയെല്ലാം അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആർക്ക് കാണിച്ചു കൊടുത്ത, മാതാവിന് വായിൽ കാണിച്ചു കൊടുത്ത പോലെ, അർജുനന് കാണിച്ചു കൊടുത്ത പോലെയുള്ള ആ രൂപം ഉണ്ടല്ലോ, അതിലും ഗംഭീരമായിട്ടാണ് ആർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുന്നത്. സാക്ഷാൽ 54 പറയാണ്, സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയാണ് അവിടെ കൃഷ്ണൻ നിൽക്കുന്നത്. എങ്ങനത്തെ കൃഷ്ണൻ? വേദജ്ഞാനികളായ വേദദൃഷ്ടിയുള്ളവർക്ക് പോലും, വേദപണ്ഡിതരായ അല്ലെങ്കിൽ ഋഷികൾക്ക് പോലും പിടികിട്ടാത്ത ആ രൂപത്തിലാണ് ആ പരബ്രഹ്മം അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടത്. ഇദ്ദേഹത്തിന് പോലും പിടികിട്ടുന്നില്ല, വേദങ്ങൾക്ക് പോലും പിടികിട്ടാത്ത ആ
ഏകമായ ഈശ്വരന് രൂപവും ഭാവവും ഇല്ല. അതിനെ ആർക്കും 100% മനസ്സിലാക്കാനും പറ്റില്ല. ആ രൂപത്തിലാണ് ഇതങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്രകാരമുള്ള പരബ്രഹ്മത്തിൻ്റെ പ്രകാശത്താൽ സ്ഥാവര ജംഗമങ്ങളായ ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നതായി അദ്ദേഹം കണ്ടു. അതെല്ലാം ഒരേ സമയത്ത് പ്രപഞ്ചം മുഴുവൻ സ്ഥാവര ജംഗമ എല്ലാ വസ്തുക്കളും ശ്രീഹരിയുടെ പ്രകാശത്തോടുകൂടി നിൽക്കുന്നതായിട്ട് ഈ ലോകം പ്രപഞ്ചം മുഴുവൻ അത് ഒരൊറ്റ നിമിഷം അദ്ദേഹത്തിന് കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിൽ നിന്നും തലതിരിച്ചു കളഞ്ഞു. അത് നോക്കിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടായില്ല. ആർക്ക്? ബ്രഹ്മാവിന്. പിന്നെ അദ്ദേഹം നേരെ ഗോപികമാരുടെ ഭാഗത്തേക്ക് കണ്ണങ്ങ് തിരിച്ചു. അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല, കൃഷ്ണൻ്റെ അടുത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. നേരെ ഗോപികമാരുടെ അടുത്തേക്ക് കണ്ണ് തിരിച്ചിട്ട് ഒരു പാവ പോലെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനക്ഷമല്ലാത്ത നിലയിലായിട്ട് സ്തംഭിച്ചു പോയി. എന്നിട്ട് ഒരു പാവ കണക്കെ അങ്ങനെ നിന്നുപോയി. ഇപ്രകാരം ഊഹിക്കാവുന്നതിനും അപ്പുറമുള്ള അവസ്ഥയിലെത്തിയ ബ്രഹ്മദേവൻ 56 ബ്രഹ്മദേവൻ ഊഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഇതെന്തൊരു കാര്യം എന്നോർത്ത് മോഹിക്കുകയും എല്ലാം കാണുവാൻ അശക്തനായി. അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ ക്ലേശം തിരിച്ചറിഞ്ഞ ഭഗവാൻ തൻ്റെ വായയെ നീക്കി. അദ്ദേഹത്തിന് നോക്കിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം മതിയാക്കി. അദ്ദേഹം പിൻവലിഞ്ഞു, ആ മായ അങ്ങ് ഒഴിവാക്കി. 58 പുറമേ ഇന്ദ്രിയം വീണ്ടും ലഭിച്ച ബ്രഹ്മാവ്. അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. ബ്രഹ്മാവെല്ലാം നമ്മളെപ്പോലെ മായയിലകപ്പെട്ട് ജീവിക്കുന്ന ശക്തികളാണ്. ഇവിടെ വിഷ്ണു എന്ന് പറയുമ്പോൾ ശ്രീഹരിയെയാണ് എടുക്കേണ്ടത്, അല്ലാതെ സാധാരണ വിഷ്ണു ആയിട്ടൊന്നും എടുത്തേക്കരുത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ആ ഏകമായ തിരിച്ചറിയാൻ പറ്റാത്ത ഏകമായ ഈശ്വരൻ മൂക്കുകയറിൽ വിട്ടിട്ട് കാളകളെപ്പോൾ പണിയേൽപ്പിക്കുന്ന ആൾക്കാരാണ്. ആ ദേവന്മാരെ പിടിച്ചിട്ടാണ് നമ്മൾ വിഗ്രഹങ്ങളിൽ ഇരുന്നിട്ട് നമ്മളെ കാര്യം സാധിപ്പിക്കണമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവരെല്ലാം നിസ്സാരന്മാർ. ആ ശക്തിയെ ഈശ്വരൻ്റെ അടുത്ത് പോലും നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ബ്രഹ്മാവ്. മായയിലകപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ളവർ തന്നെയാണ് ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും ശിവനായാലും ഭദ്രകാളിയായാലും ദുർഗയായാലും എല്ലാം. ഒന്നും തന്നെ അതെല്ലാം ശ്രീഹരിയുടെ തീരുമാനം അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ പോകുന്നു. ഇവരെല്ലാം അത് നടപ്പാക്കുന്ന കക്ഷികൾ മാത്രമാണ്. അവർക്കൊന്നും നമ്മൾ ഒന്നും സഹായിക്കാൻ പറ്റില്ല. നമ്മളെക്കാട്ടിയും കഷ്ടം അവരെ കാര്യം. അവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. രാത്രിയും പകലും ഇല്ലാതെ കിടന്നുറങ്ങാതെ ജോലി ചെയ്യുകയാണ്. നമുക്കാണെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആരുണ്ട്? നമ്മളങ്ങനെ വെറുതെ ചുമ്മാ കളിച്ച് സമയം കിട്ടുകയാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സംഹരിച്ചുകൊണ്ടിരിക്കണം. അവരുടെ കാര്യം ഗതികേടിലാണ്. പിന്നെ അവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ പോലെ സമയം ഉണ്ടാവില്ല. അവർ പറയും മാറി എനിക്കിവിടെ കുറേ ജോലിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യാതെ. നമ്മൾ അനുഭവത്തിലില്ല. നമ്മൾ ഭയങ്കര അധ്വാനിച്ച് പാട് ചെയ്ത് തീരാതെ കിടക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഒരു മിനിറ്റ് ഇപ്പോഴേ നീ അങ്ങോട്ട് പോട്ടെ, എനിക്കിടെ തലക്ക് ചൂട് പിടിച്ച് കിടക്കുകയാണെന്ന് പറയുന്ന മാതിരിയാണ് ഇവരല്ല ഇരിക്കുന്നത്. അവരെടുത്ത് കയറിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറയേണ്ടി കാശ് ചെയ്യരുത്. പക്ഷേ അങ്ങോട്ടേക്ക് അങ്ങേരൊന്നും കേൾക്കാതെ സാക്ഷികാരി നിൽക്കുന്ന ഒരു കക്ഷിയാണ്. പരബ്രഹ്മം പോത്തുപോലെ എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാര്യമില്ല. ഈ സന്ദേശങ്ങളാണ് ഈ കഥയിലൂടെ തരുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അതാണ് അതീവ രഹസ്യമാണ്. വേണ്ടുന്നുള്ളവർ മനസ്സിലാക്കിക്കോളൂ. ആരോടും പറയാത്ത കാര്യമാണ്. നിങ്ങൾ വേണ്ടിക്ക് മനസ്സിലാക്കിക്കോ. ഇതാണ് അവസ്ഥ. 54 പിന്നെ ചുറ്റുപാടും എല്ലാ ദിക്കുകളും നോക്കിക്കൊണ്ട് വൃന്ദാവനത്തെ തൻ്റെ കൺമുമ്പിൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടു. പിന്നെ വൃന്ദാവനത്തെ കണ്ടു. വൃന്ദാവനത്തിലാണ് ആര്? കൃഷ്ണനുള്ളത്. ആ വൃന്ദാവനം
കൃഷ്ണനുള്ള വൃന്ദാവനം ഏത് തരത്തിലുള്ളതാണെന്നും അദ്ദേഹം കാണുകയാണ്. അതായത് മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കുന്ന ആ വസുദേവ കുടുംബം ഏത് തരത്തിലുള്ളതായിരിക്കും എന്നിവിടെ പറയാൻ പോവുകയാണ്. യാതൊരിടത്ത് 60 പറയുകയാണ്, മനുഷ്യരും മൃഗങ്ങളും ചങ്ങാതികളെപ്പോലെ ഒത്തുചേർന്ന് കഴിയുന്നു. മനുഷ്യരും മൃഗങ്ങളും ചങ്ങാതികളും. അപ്പം മനുഷ്യർ തമ്മിൽ എന്തായിരിക്കും? അത്രീയ ഐക്യം, ചങ്ങാതികൾക്ക് സമാനമാണ്. അവിടെ ഉച്ചനീചത്വങ്ങളോ ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളൊരു വസുദേവ കുടുംബത്തിലേക്കാണ് മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തെ എത്തിക്കാൻ പോകുന്നത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം മൃഗങ്ങളും മനുഷ്യരും ചങ്ങാതികളെപ്പോലെ ഒന്നുചേർന്ന് കഴിഞ്ഞിരുന്നു. അവിടെയാണ് കൃഷ്ണൻ വസിക്കുന്നത്. അവിടെ എല്ലാ ക്രോധങ്ങളെല്ലാം, ലോഭാദികളെല്ലാം തന്നെ ഇല്ലാതായിട്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവിടെ കഴിയുന്നത്. 61 ഗോപാലബാലനായി നടിച്ച് രണ്ടെന്നുള്ള അവസ്ഥയില്ലാതെ, രണ്ടില്ല, എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ഒരൊറ്റ മനസ്കോട് കൂടിയുള്ള ഒരു സമൂഹമാണ് വൃന്ദാവനം. സർവലോകത്തിലെ അനീതിയും സർവലോകത്തിൻ്റെ അധീനതയിലുള്ളതും ആഴം കാണാത്ത അറിവോട് കൂടിയതുമായ കേവലമായ ആ ബ്രഹ്മത്തെ, അപ്പം അവിടെ കണ്ടതെന്താണ്? എല്ലാ ലോകത്തെയും അധീനതയിൽ വെച്ചതും അതിൻ്റെ ആഴം അളക്കാൻ കഴിയാത്തതുമായ ആ ബ്രഹ്മത്തെ എത്രയുണ്ട് എന്ന് അളക്കാൻ പോലും കഴിയാത്ത ആ ബ്രഹ്മത്തെ ഈ ബ്രഹ്മാവ് പിന്നെ എങ്ങനെ കണ്ടു? നേരത്തെ കണ്ടെന്താണ്? അതിൻ്റെ അളവെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള രൂപത്തിലാണ് ബ്രഹ്മാവ് കണ്ടിരുന്നത്. ഇപ്പം എങ്ങനെ കാണുന്നു? മുമ്പത്തെ പോലെ കരത്തിൽ ചോറിൻ്റെ ഉരുളിയും വെച്ചുകൊണ്ടാണല്ലോ ഗോക്കളെ അന്വേഷിച്ചിട്ട് കൃഷ്ണൻ പോയത്. ആ അവസ്ഥയിൽ ചോറുരുളിയോടും കൂടി പശുക്കുട്ടികളും ചങ്ങാതികളുമായി അവിടെ നാലുപാടും നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. ഇപ്പം ഈ രൂപത്തിൽ കണ്ടു. കുറച്ചു മുമ്പ് ആ യഥാർത്ഥ രൂപവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വിധം കണ്ട ബ്രഹ്മാവ് തൻ്റെ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയിട്ട് അതിൻ്റെ കാൽക്കലങ്ങ് വീണ് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ 4 ശിരസിൻ്റെ ആ കിരീടമുണ്ടല്ലോ, അത് പാദത്തിൽ സ്പർശിച്ചു. എന്നിട്ട് സന്തോഷാസുക്കളാൽ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു. 63 ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കണ്ടതായ മഹിമയെ വീണ്ടും വീണ്ടും ഓർത്ത്, പണ്ട് കണ്ട ആ മഹിയെ വീണ്ടും ഓർത്തുകൊണ്ട് എഴുന്നേറ്റ് ശിരസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് 64 കണ്ണുകൾ തുടച്ച് ആ മുക്തി നൽകുന്നവനെ നല്ലവണ്ണം നോക്കി. മുക്തി നൽകി അദ്ദേഹത്തിന്. കാരണം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയ അവസ്ഥയാണിത്. എന്നിട്ടോ തല താഴ്ത്തി കൈകൂപ്പിക്കൊണ്ട് വിനയാനീതനായി വിറയൽ പൂണ്ടുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇനി അടുത്ത അധ്യായത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള സ്തുതിയായിരിക്കും. നമുക്ക് നോക്കാം.